ആ മലയാള ചേട്ടനുണ്ടായി, ഞാൻ മേലത്തെ ചേട്ടനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ചെയ്യേണ്ട എന്തൊരു പരിപാടി ഉണ്ടാവും ഇല്ല, ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. ഞാൻ ചായ ബിസ്ക്കറ്റ് അല്ലേ, ഭയങ്കര സന്തോഷമായി, അടിപൊളിയായിരുന്നു പറയാം. ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് വിചാരിക്കണു. ഞങ്ങളും ആഘോഷിച്ചു. ഫുഡ് ഉണ്ടാക്കിയല്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പുൽക്കൂടൊക്കെ കണ്ട് ഒന്ന് കറങ്ങി പോന്നു. പിന്നെ അതൊന്നും കിട്ടുന്നില്ല, നേരെ വീഡിയോയ്ക്ക് പോവാം. പള്ളി പോകാൻ നേരത്ത് ഇടുന്നത്. ഇപ്പം നാട്ടിലെല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഭയങ്കര നല്ല ഇതായിട്ട് നടക്കുന്നത്. നമുക്ക് ആ ഷെഡിക്ക് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുത്തെ പള്ളി പോവാണ്, എങ്ങനെയാണ് എന്താണെന്ന് ഒന്നും നമുക്കറിയില്ല. മലയാളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 10 മണി തൊട്ട് 10:30 വരെ പരിപാടി, 10:30 തൊട്ട് 11:30 വരെ കുർബാന. അത് കഴിഞ്ഞ് എന്തോ കലപ്പരിപാടി ഉണ്ട്. 11 കഴിഞ്ഞു, തീർന്നോ? ആ ശരി, തീരും. കാരണം നോമ്പ് മുറിക്കണല്ലോ, നോമ്പൊക്കെ ആയിരിക്കില്ല. അപ്പോൾ 12 മണിയാകുമ്പോൾ എല്ലാവരും കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടുത്തെ പോകുന്നത്. നമുക്ക് പള്ളിയിൽ ഇതുവരെ കയറാൻ പറ്റില്ല. പള്ളിയുടെ ഫ്രണ്ടിലും മലയാളിക്കടയിലും എല്ലായിടത്തൊക്കെ പോയി, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ പള്ളി കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയാക്കി. ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഈ പാൻറ് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് രണ്ടും ഇട്ടിട്ട് നല്ലതാണ് രുചി. ഇത് രണ്ടും ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ സെക്ടർ ഒന്നും ഇട്ടിട്ടില്ല, ഉള്ളിൽ വാങ്ങൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് ഇവിടേക്കാണ് കാലിൻ്റെ മുട്ടിന് താഴോട്ട് തണുപ്പും ഉള്ളം കഴിക്കാണ്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സെറ്റ്. അപ്പോൾ പോയി ആദ്യം മേക്കപ്പ് ചെയ്തിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ വേഷം, ഇതാണ് ധൃജിയുടെ. ഇത് എൻ്റെ എനിക്ക് വിളിച്ചില്ല. എൻ്റെ വേഷം ഇതാണ്. അപ്പോൾ ജാക്കറ്റ് ഇട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പള്ളിയിലേക്ക് ഇപ്പം തന്നെ 9:05 10 മണിക്കാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ കിട്ടണം. അപ്പൊ തിരിച്ചു വന്നത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ നടന്നായിരിക്കും വരുന്നത് മിക്കവാറും. കുറച്ച് തോനെ നടക്കാനുണ്ട്, അവിടെ ചെന്നിട്ട് കാണാം. അപ്പൊ സമയമില്ല, ഞങ്ങൾ ഇറങ്ങുവാണ്. അയ്യോ ഇരുട്ടായി. ഞങ്ങൾ ഈ ലൈറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ, ഞങ്ങളല്ലാതെ മറ്റേ ഇതൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ എന്താണ് നക്ഷത്ര സംഭവം ഒന്നും ഇട്ടിട്ടില്ല. പുറത്ത് ദൃശ്യം കൂട്ടിയിട്ട് വരട്ടെ കേട്ടോ. പുറത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മേലത്തെ ചേട്ടന്മാർ ഇങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് ലൈറ്റ് ഇട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇട്ടിട്ടുണ്ട് കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ ചേട്ടന്മാരിട്ടിച്ച് അങ്ങ് നടന്നു. കണ്ടോ, പേടിച്ച്. ഒന്ന് വിളിച്ചു നോക്കാം, അവിടെ എന്തായിരുന്നു നോക്കാം. വീട്ടിൽ നിന്ന് എന്തായിരിക്കും പറയാ. നമുക്കൊരു ഗസ്റ്റും കൂടി കേട്ടോ. ഗസ്റ്റ് നമ്മളെ കാത്തുക്കാണ്. സമയം ഇപ്പം എത്രയായി? 9:10 ആയിട്ടുള്ളൂ. 10 വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് 10 മണിയാകുമ്പോഴേക്കാണ്. തീറ്റ കൊടുക്കുവാണോ? ഞങ്ങൾ പള്ളി പോവാൻ സെറ്റ് ചെയ്ത് നിൽക്കുക. വെച്ചൂടോളെ ഫുഡ് കൊടുക്കുമല്ലേ. കുട്ടിക്ക് ഫുഡ് കൊടുക്കുവാണേ. ലൈറ്റ് കുറച്ച് കുറവാട്ടോ നമ്മള് ഇട്ടത്തേക്കുന്നത്. പറഞ്ഞോ, നമ്മുടെ പള്ളി എത്താറായിട്ടുണ്ട്. പലമരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ബൈക്ക് വേണോ നിങ്ങൾക്ക്? ഞാൻ ഉള്ളേറ്റപ്പാ. അപ്പൊ നമ്മുടെ പള്ളി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പള്ളിയുടെ അകത്തേക്ക് ഇന്ന് കയറുന്നതായിരിക്കും. പള്ളി നല്ല സെറ്റപ്പായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് അപ്പൊ പള്ളിയിലേക്ക് പോവാം.
ചേട്ടൻ അവിടേക്ക് ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഉണ്ണീശ്വരനെ നമ്മള് കരോളിനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പുലിക്കൂടൊക്കെ കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആയപ്പോ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിലില്ലെങ്കിൽ നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ പറ്റിയല്ലോ. അതിന് സുഖമാണ്, നല്ല രസം. അപ്പൊ നമുക്ക് ബാക്കി കാണാം. പിന്നെ നമ്മൾ ഇവിടെ ട്രീ അലങ്കരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. തൊട്ടപ്പുറേ ക്രിസ്മസ് അപ്പനും ഉണ്ട്. നല്ല രസമുണ്ടല്ലേ, ഭയങ്കര സന്തോഷം ഇപ്പൊ. പിന്നെ അവിടെ സ്റ്റേജ് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം അവിടെ പരിപാടി ഉണ്ടാവുമായിരിക്കും. 10 മണി ആയിട്ടില്ലല്ലോ. 10 മണിക്കാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് കാണാം. കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്നേക്കണം. അപ്പൊ നമുക്ക് പരിപാടി 10 മണിക്ക് കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുൽക്കൂട് ഇവർ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി. ഇപ്പോൾ നമ്മൾ ഓരോ ഫോട്ടോസ് എടുത്തു. അവിടെ ഒത്തിരി മലയാളികളെ കാണാൻ പറ്റി. നമുക്ക് അതിലും വലിയ സന്തോഷമായി. എന്നുവെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഡോക്ടർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. പിന്നെ റൂമിൻ്റെ മേലുള്ള ചേട്ടന് അങ്ങനെ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒത്തിരി മലയാളികളെ കണ്ടു. സിസ്റ്റർമാരുണ്ടായിരുന്നു. സിസ്റ്റർമാരാണ് മലയാളി സിസ്റ്റർമാരായിരുന്നു. സിസ്റ്റർമാരായിട്ട് ഒത്തിരി നേരം സംസാരിച്ചു. പിന്നെ ഞങ്ങൾ സിസ്റ്റർമാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് കേക്ക് മുറിക്കാൻ നിന്നില്ല. അതിന് മുമ്പൊക്കെ ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു, കുട്ടീനെ കാണിച്ചു കൊടുത്തു. അവരും പള്ളിയിൽ പോയി, നാട്ടിൽ പള്ളിയിൽ പോയി, നമ്മളും പള്ളിയിൽ പോയി. അവിടെ നിന്ന് ഇതിപ്പോൾ ഞങ്ങൾ അവിടുത്തെ ചേച്ചിമാരോട് സംസാരിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കോഴിക്കോട് നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം കാലടിയിൽ നിന്നുണ്ട്. സിസ്റ്റർമാരൊക്കെ ഉണ്ട്. കാലടി സിസ്റ്റർമാരുടെ പരിചയപ്പെട്ട് സിസ്റ്റർ എന്നെ അടുത്തേക്ക് വിളിച്ചു. എവിടെയാണ് താമസം, എന്നാണ് വന്നത്, ഇവിടെ ആദ്യമായിട്ടാണോ പള്ളിയിൽ വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഇതനുസരിച്ച് ഞങ്ങളെല്ലാവരും രാത്രിയിൽ ഞങ്ങളങ്ങ് ഇറങ്ങി തിരിച്ച് പള്ളി. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇവിടെ ചെയ്ത് വെച്ചേക്കണ കാണാനാണ് ഏറ്റവും അടിപൊളി. ബലൂണിൻ്റെ ആയാലും എന്തായാലും. പിന്നെ ഞങ്ങൾ അടിപൊളി ഹാപ്പി. പിന്നെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോകണം, ഗ്രോട്ടയിൽ പോവുകയാണ്. അവിടെയും നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സുഖമുണ്ടായി. ഇത്ര ദിവസം നമ്മൾ പള്ളിയിലൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട്. ഇപ്പോൾ ഒത്തിരി 2-3 മാസമായല്ലോ. അപ്പോൾ നമ്മളിന്ന് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഓരോരുത്തരും വന്നവിടെ തിരിയൊക്കെ കത്തിക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ തിരിയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ വന്നതായതുകൊണ്ട്. അത് കാരണം ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് വന്നു. അടിപൊളിയായിരുന്നു. നാട്ടിലെ ഒരു ഫീലിംഗ് കിട്ടി. പ്രധാന ഒക്കെ മലയാളീസ് കേട്ടോ, 90% മലയാളീസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു നിൽക്കുന്നില്ലേ കുർബാനയ്ക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുർബാനയ്ക്ക് അധികം നിൽക്കലുണ്ടാവില്ല, നാളെ നമ്മളിങ്ങനെ പോകണ്ടല്ലോ. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് പോകണ കാരണം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ഇനി എന്തെങ്കിലും കലാപരിപാടികൾ ഉണ്ടോയെന്ന് അറിയാതെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, കലാപരിപാടി 10 വരെ ഉള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരോൾ പോയിട്ട് തന്നെ വരെ പാട്ട്, ക്രിസ്മസ് പാട്ടുകളുണ്ട്. ഹിന്ദിയാണ്, പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ. മലയാളി പിള്ളേരൊക്കെ ഉണ്ട് പാടാൻ. പക്ഷെ നമുക്ക് നമ്മൾ കുറച്ചുകൂടെ കേട്ടിരുന്നു. പള്ളിയുടെ അകത്ത് കുറച്ച് 1.5 മണിക്കൂറൊക്കെ ഇരുന്നു. ഒത്തിരി സിസ്റ്റർമാർ, നമ്മുടെ കാലടി ഭാഗത്തുള്ള സിസ്റ്റർമാരുണ്ട്, ഭാഗത്തുള്ള സിസ്റ്റർമാരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ അതിന് സിസ്റ്റർമാരൊക്കെ സംസാരിച്ചപ്പോൾ മലയാളി ചേട്ടനുണ്ടായി, ഞാൻ മേലത്തെ ചേട്ടനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഇത് കഴിഞ്ഞ എന്തൊരു പരിപാടി ഉണ്ടാവും. ഇല്ല, നേരെ വന്ന് ഉണ്ണീശ്വരനെ വെച്ച് അപ്പുറത്ത് പുൽക്കൂട്ടിലൊന്ന് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ കുർബാന കഴിഞ്ഞിട്ട് ചെറിയ പരിപാടി ഉണ്ടാവും. കുർബാനയിൽ ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ചായ ബിസ്ക്കറ്റ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പക്ഷേ ഭയങ്കര സന്തോഷമായി, അടിപൊളിയായിരുന്നു പറയാൻ പറ്റും. പിന്നെ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നടന്നു കൈ കാലം ഒക്കെ ഭയങ്കര ചൂട്, ഗ്ലൗസ് ഒക്കെ ഇട്ടില്ല കാലം. ഇനിയിപ്പോ നാളെ മഴ പെയ്യുമെന്ന് അറിയില്ല കേട്ടോ. ഇനിയിപ്പോ അപ്പം അവിടെ മഴയുണ്ട്. ഇനി ആ മഴ പെയ്യുമ്പോൾ ഞാൻ നടന്നതിന്റെ മഴയാന്ന് പറയും. മഴ പെയ്യണ്ടെങ്കിൽ മഴ പെയ്യാതിരിക്കുമല്ലോ.
നടന്നുകൊണ്ട്. നല്ലല്ലേ, പറ്റില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. വെച്ച് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.